ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ കർത്താവ് നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ സ്നാന ശുശ്രൂഷയൊക്കെ ക്ഷേമമായി നടക്കത്തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ആ ബന്ധത്തിൽ ലഭിച്ച എല്ലാ ദൈവകൃപയെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. സ്നാനത്തെ സംബന്ധിക്കുന്നതായ ചില ആത്മീക പാഠങ്ങൾ നമുക്ക് ഒരുമിച്ച് കൂടി ധ്യാനിക്കാനുള്ള സാവകാശവും ദൈവം തന്നല്ലോ, അതും നന്ദിയോടെ ഓർക്കാം. എല്ലാവരുടെയും മനസ്സിൽ സ്നാനം ഒരു സജീവ വിഷയമായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് സ്നാനമേറ്റവർക്കുള്ള ചില ഉത്തരവാദിത്തങ്ങളാണ് ഞാൻ ഇന്ന് രാത്രിയിലെ യോഗത്തിൽ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അത് ഞായറാഴ്ച സ്നാനമേറ്റവർക്ക് മാത്രമുള്ളതല്ല. കഴിഞ്ഞ നാളുകളിലൊക്കെ സ്നാനത്തിൻ്റെ കൽപ്പനയോട് അനുസരണം കാണിച്ച നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കേണ്ടുന്നതായ ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് ചിന്തിക്കാൻ പറ്റുകയില്ല. എന്നാൽ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന നമുക്ക് ഈ സമയത്തിനുള്ളിൽ ചിന്തിക്കാവുന്നൊരു 3 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. സ്നാനപ്പെട്ട ആളുകൾ വളരെ നല്ല സാക്ഷ്യത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. സ്നാനപ്പെട്ടവരുടെ ജീവിതത്തിൽ സാക്ഷ്യക്കുറവുകളുണ്ടായാൽ അത് ആർക്ക് അപവാദമാണ് എന്ന എബ്രായ ലേഖനത്തിലൊരു പ്രയോഗമുണ്ട്. ആർക്കാണ് അപവാദം? കർത്താവിന് അപവാദമാണ്. കാരണം കർത്താവിൻ്റെ നാമത്തെ ആണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അവിടുത്തെ പ്രയോഗം വളരെ അർത്ഥപൂർണമാണ്. അവന് ലോകാപവാദം വരുത്തും. നമ്മുടെ കർത്താവ് ഒരു കുറ്റമില്ലാത്ത ആളാണ്. അപ്പോൾ ഞാനൊരു കുറ്റം ചെയ്യുമ്പോൾ അത് കർത്താവിന് അപവാദത്തിന്, അപമാനത്തിന് കാരണമായിട്ട് തീരും എന്നുള്ളത് എത്രയോ ഗൗരവതരമായൊരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് സ്നാനപ്പെട്ട ആളുകൾ എത്ര സൂക്ഷിച്ച് ജീവിക്കുവാൻ കടപ്പെട്ടവരായിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ആ ബന്ധത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ പരിചയമുള്ളതും പലപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളതുമായൊരു വിഷയമാകൊണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഉത്തരവൊക്കെ പറഞ്ഞ് ഇത് ചിന്തിക്കുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായകമായി തീരും എന്ന് കരുതുകയാണ്. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്നാനപ്പെട്ടവർ വിശുദ്ധരായിട്ട് ജീവിക്കണം. അതിൻ്റെ എല്ലാ വിശദീകരണവും ഞാൻ പറയുകയില്ല. അങ്ങനെ എല്ലാ വിശദീകരണവും നമുക്കൊരു പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതിനേക്കാൾ അധികമാണ്. എന്നാൽ അതിൽ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കണം എന്നാഗ്രഹിക്കുകയാണ്. സ്നാനപ്പെട്ടവർക്കല്ലാതെ കർത്താവ് പാപമോചനം കിട്ടിയ ആളുകൾക്ക് കൊടുത്ത ഉപദേശം നമ്മൾ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്. അപ്പോൾ ആ ഉപദേശം നിങ്ങൾക്ക് ഒന്ന് പറയാൻ അവസരം തരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആ ബെഥേസ്ദ കുളക്കരയിൽ നിന്ന് എഴുന്നേറ്റ് കിടക്കയുമായി പോയ ഒരു മനുഷ്യനെ നമുക്ക് അറിയാം. അദ്ദേഹത്തെ ദൈവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ കർത്താവ് അവനോടൊരു ഉപദേശം പറഞ്ഞായിരുന്നു. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അതിൻ്റെ വിശദീകരണമൊക്കെ നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുള്ളതാകൊണ്ട് ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ അവൻ പാപമോചനം കിട്ടിയവനാണ്. അവനോട് പറഞ്ഞു,
നീ ഇനി പാപം ചെയ്യാതെ ജീവിക്കണം. 8-ാം അധ്യായത്തിൽ വേറൊരു സ്ത്രീയോട് പറഞ്ഞു, ഇവരെ ആരും പേര് നമുക്കറിയാൻ പാടില്ല. 8-ാം അധ്യായത്തിൽ പാപിനിയായ സ്ത്രീക്ക് കർത്താവ് വിടുതൽ കൊടുക്കുമ്പോൾ ചേർത്ത് പറഞ്ഞു, പോക, ഇനി പാപം ചെയ്യരുത്. അപ്പം ഞാൻ ഈ 2 വാക്യങ്ങളിലൂടെ ഒരു കാര്യം ഓർപ്പിക്കുന്നത്, അവർക്കുള്ള ഉപദേശം അതാണെങ്കിൽ സ്നാനമേറ്റ ആളുകൾ ഇതെത്രയോ അധികം സൂക്ഷ്മതയോടെ കരുതാനുള്ളതായ ആവശ്യകതയുണ്ട്. കാരണം സ്നാനത്തിൽ നമ്മൾ പരസ്യമായിട്ട് കർത്താവിൻ്റെ സാക്ഷ്യം നിർവഹിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതം എത്ര സൂക്ഷ്മതയോടെ നിർവഹിക്കാനുള്ളതായ ആവശ്യകതയുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ആ ബന്ധത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പം അതുകൊണ്ട് സ്നാനമേറ്റവരായ നമുക്ക് പാപത്തിൽ വീഴാതെ വിശുദ്ധരായിട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവമക്കളായ നമുക്ക് വിശുദ്ധന്മാരെന്നുള്ള പേരുണ്ട്. അത് പുതിയ മുതൽ എന്തോരം സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും ലേഖനങ്ങൾ തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു സംബോധന നമ്മൾ കാണുന്നുണ്ട്. ഒരെണ്ണം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ഇത് കൊരിന്ത് സഭയ്ക്ക് എഴുതുകയാണ്. അപ്പോൾ അവരെ വിളിച്ചിരിക്കുന്ന പേര് വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് എഴുതുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതെത്ര മനോഹരമായിട്ടുള്ളൊരു പേരാണ്. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം എല്ലാം നമ്മൾ എടുത്തു വായിക്കുന്നില്ല. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയിൽ ലുദ്ദയിൽ പാർക്കുന്ന ഇനിയൊരു വാക്കുണ്ട്, പറയാമോ? വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. എനിക്ക് ആ വാക്യം വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്യമാണ്. അപ്പോൾ അവിടെ നമ്മുടെ കാര്യവും ചേർത്ത് ചിന്തിക്കാം. രാമമംഗലത്ത് പാർക്കുന്ന വിശുദ്ധന്മാർ, രാമമംഗലം സഭയിലുള്ള വിശുദ്ധന്മാർ. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ പേര്, അതിൻ്റെ മഹത്വം നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. ഈ കൊരിന്തിലുള്ള വിശ്വാസികളെ വിശുദ്ധന്മാരെന്ന് വിളിക്കുമ്പോൾ അവരുടെ പൂർവ്വകാലം നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒരു റെഫറൻസ് ഒന്ന് എഴുതിയിട്ടാൽ മതി. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 10 കൂട്ടം പാപങ്ങളുടെ ഒരു ലിസ്റ്റ് അവിടെ ഉണ്ട്. ആ ലിസ്റ്റ് നമ്മൾ എത്രയോ വട്ടം വായിച്ചിട്ടുണ്ട്. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുവരക്കാർ. 10 കൂട്ടം പാപങ്ങൾ. എന്നിട്ട് അടുത്ത വാചകം ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളും ചിലർ ഈ വകക്കാർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവർ വളരെ മോശമായി ജീവിച്ച ആളുകൾ ആയിരുന്നു. ഇപ്പം എന്തിനാ ഞാനൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതെന്നറിയാമോ? ഇത്ര മോശമായി ജീവിച്ച ആളുകൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ അവർ വിശുദ്ധന്മാരായിട്ട് തീർന്നു. അത് അവരുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, നമ്മളും വിശുദ്ധന്മാരായത് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല. പിന്നെയോ അവിടെ ആ വാക്യത്തിൽ അത് പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും അവൻ്റെ ആത്മാവിനാലും ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധന്മാരായിരിക്കുന്നത് നമ്മുടെ യാതൊരു യോഗ്യത കൊണ്ടുമല്ല. നമ്മൾ അശുദ്ധരായിരുന്നു, പാപികളായിരുന്നു. ഇപ്പോൾ അവരെ വിശുദ്ധന്മാരെന്ന് വിളിക്കത്തക്കവണ്ണമുള്ള ആത്മീക പദവിയിലേക്ക് അവർ ഉയർത്തപ്പെട്ടു എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായൊരു സത്യമാണ്. അപ്പോൾ ഞാൻ ഈ വാക്യം എന്തുകൊണ്ടാണ് ചേർത്ത് പറഞ്ഞെന്നറിയാമോ? ഇവർക്ക് വിശുദ്ധന്മാരായിട്ട് ജീവിക്കാമെങ്കിൽ ഈ 10 കൂട്ടം പാപങ്ങളിലകപ്പെട്ട് ജീവിച്ച ആളുകൾ ഇങ്ങനെ ഈ യോഗത്തിൽ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ ഇവർക്കങ്ങനെ രൂപാന്തരപ്പെട്ട് വിശുദ്ധന്മാരായിട്ട് ജീവിക്കുവാൻ സാധിച്ചു എന്ന് വരികിൽ പ്രിയപ്പെട്ടവരെയും നമുക്ക് എത്രയോ അധികം സാധിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് വിശുദ്ധി സൂക്ഷിച്ച് ജീവിക്കാനുള്ള വലിയ ആവശ്യകത ഉണ്ട്. അപ്പം ഞാൻ ഈ പ്രസംഗത്തിൽ വിശുദ്ധി സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഒരു മാർഗം പറയാം. വേറെ പല മാർഗങ്ങളുണ്ട്, അത് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ പിന്നെ ഓർക്കാനായിട്ട് ശ്രമിക്കാം. ഒരൊറ്റ മാർഗം പറയാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അത് പറയാം എന്ന് കരുതുന്നത്. ഈ റോമാലേഖനത്തിൽ സ്നാനത്തിൻ്റെ ഉപദേശം വിശദീകരിക്കുന്ന മനോഹരമായൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൻ്റെ പേര് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ആരെങ്കിലും പറയാം? അധ്യായത്തിൻ്റെ നമ്പർ ഒന്ന് പറയാമോ? ഞാൻ ചില ചോദ്യങ്ങൾ ഉണ്ടാക്കി ചോദിക്കുകയാണ്. റോമാലേഖനം എത്രാം അധ്യായത്തിലാണ്? എന്താ കേസ് ഇവരാരും ഉത്തരം പറഞ്ഞു? സ്നാനത്തിൻ്റെ ഉപദേശം പറയുന്ന അധ്യായം ഏതാണ്? ഇനി ആർക്കെങ്കിലും പറയാം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ സ്നാനത്തിൻ്റെ ഉപദേശം വളരെ വിശദമായിട്ട് പറയുക. അതിൽ ഒരുപോലെ ഇരിക്കുന്ന 2 വാക്യങ്ങളുണ്ട്. ഒരുപോലെ ഇരിക്കില്ല, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഒരേപോലെയുള്ള 2 വാക്യങ്ങൾ ഉണ്ട്. അതേതൊക്കെയാന്ന് പറയാമോ? ഇന്ന് മുഴുവൻ ചോദ്യം ചോദിച്ച് കഷ്ടപ്പെടുത്താൻ ആൾ എന്ന് വിചാരിക്കരുത് നിങ്ങൾ. ഇതൊക്കെ മനസ്സിൽ ഓർമ്മയിലുണ്ടായിരുന്ന നിങ്ങൾക്ക് നല്ല ഓർമ്മയുള്ള ആളുകളല്ലേ. 13-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യവും ഒരേപോലിരിക്കുന്ന വാക്യങ്ങളാണ്. ഈ 2 വാക്യങ്ങളിൽ വിശുദ്ധി സൂക്ഷിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ദൈവാത്മാവ് ആവർത്തിക്കുന്നത്. നമുക്കതിൽ ഒരു വാക്യം വായിക്കാം. 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കും. അപ്പോൾ അവിടെ ഈ സ്നാനപ്പെട്ട ആളുകൾക്കുള്ളൊരു പ്രായോഗിക പ്രബോധനം കൊടുക്കുന്നത്, നിങ്ങളുടെ അവയവങ്ങൾ നേരത്തെ അശുദ്ധിക്കും അധർമ്മത്തിനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നിങ്ങളുടെ കണ്ണുകളൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കാണാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ചെവികൾ അശുദ്ധമായ കാര്യങ്ങൾ കേട്ട് ആസ്വദിക്കുവാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാകാനായിട്ട് 1-2 ഉദാഹരണങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോരം ദോഷങ്ങളായിരുന്നു, എന്തോരം പകയും വിദ്വേഷവും ഒക്കെ ആയിരുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അവയവങ്ങൾ ഒരു സമയത്ത് അങ്ങനെ അശുദ്ധിക്കു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ ദൈവാത്മാവ് പ്രബോധിപ്പിക്കുക, ഇനി അങ്ങനെ ആവാൻ പാടില്ല. നിങ്ങളുടെ അവയവങ്ങളെ നീതിക്കും വിശുദ്ധിക്കുമായിട്ട് സമർപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങളെയും ഇങ്ങനെ സമർപ്പിച്ച് ജീവിക്കണം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതായ വാക്യങ്ങളാണ്. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. അപ്പം ഞാൻ ആ സമർപ്പണം ചെയ്തിട്ട് എത്രയോ വർഷങ്ങളായി. എന്നാ കൃത്യം ചെയ്തതെന്നുള്ളത് അങ്ങനെ നല്ല ആദ്യം ചെയ്തത് എന്നാന്ന് ഓർമ്മയില്ല. പക്ഷെ എത്രയോ വട്ടം ആ സമർപ്പണം പുതുക്കിയിട്ടുണ്ടെന്നറിയാമോ? കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളാകൊണ്ട് ആ സമർപ്പണത്തിൽ നിന്ന് തെറ്റിപ്പോകാനുള്ളതായ സാധ്യത ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പരിശോധിച്ച് ഈ സമർപ്പണത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കണം. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഈ അവയവങ്ങളെ വിശുദ്ധിക്കായി സമർപ്പിച്ച് ജീവിക്കണം. അപ്പം ഇനി ഞാനിവിടെ ഒരു വലിയ സത്യം ഒന്ന് എടുത്ത് പറയുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നമ്മുടെയാണെന്ന് പറയാം. എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ നാവ് എന്നൊക്കെ നമുക്ക് പറയാം.
അങ്ങനെയുള്ളൊരു ഒരു ഉടമസ്ഥത നമുക്കുണ്ട്. നമ്മളതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ചിന്തിക്കുന്നത്, എത്ര സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ശരീരത്തെ താലോലിച്ച് ജീവിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. പക്ഷേ നമ്മുടെയാണോ ഈ അവയവങ്ങൾ? അല്ല, നമ്മുടെ അല്ല. അത് കൊരിന്ത്യർ ലേഖനത്തിൽ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോൾ അവിടെ പറയുന്നതായ കാര്യം, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആ പ്രബോധനം കൊടുക്കുന്നതിന് മുമ്പ് 19ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ഈ ശരീരങ്ങൾ നിങ്ങളുടെ അല്ല, പിന്നെ ആരുടെയാണ്? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയവൻ്റെയാണ്. ആരാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്? കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്ത് വില കൊടുത്താണ് വാങ്ങിയത്? തൻ്റെ രക്തം വില കൊടുത്താണ് വാങ്ങിയത്. ഇനി അതിനേക്കാൾ വിലയുള്ളതൊന്നും കൊടുക്കാനില്ലല്ലോ. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിർമ്മലവുമായ കുഞ്ഞാടിൻ്റെ വിലേറിയ രക്തം കൊണ്ടത്രേ. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നാം കർത്താവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ആളുകളാണ്. നമ്മുടെ ഈ ശരീരത്തിൻ്റെ അവയവങ്ങളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ പറയുക, ഇത് നിങ്ങൾക്ക് താന്താങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ കർത്താവിനുള്ളവരാണ് എന്ന് ഓർപ്പിക്കുകയാണ്. ആ അധ്യായത്തിൻ്റെ 15ാം വാക്യത്തിൽ ഒരു പ്രയോഗം കൂടി അങ്ങ് ചേർത്ത് ഓർത്തു പോകാം. അവിടെ പൗലോസ് ശക്തമായൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? അപ്പോൾ നമ്മൾ എന്നാ ഉത്തരം പറയേണ്ടത്? നമുക്കെല്ലാവർക്കും ഇന്ന് രാത്രിയിൽ വ്യക്തിപരമായി കർത്താവിനോട് ഉത്തരം പറയാം. കർത്താവേ, ഞങ്ങളുടെ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് ഞാൻ അറിയുന്നുണ്ട്. വേറെ ഒത്തിരി കാര്യമൊന്നും നമുക്കറിയാൻ പാടില്ലെങ്കിലും, ഒത്തിരി വാക്യങ്ങളൊന്നും അറിയാൻ പാടില്ലെങ്കിലും കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങ് എന്നെ വിലയ്ക്ക് വാങ്ങി, എൻ്റെ അവയവങ്ങൾ അങ്ങയുടെ അവയവങ്ങളാണ് എന്ന് ഞാൻ അറിയുന്നുണ്ട്. വേറൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട്. ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവം ആക്കാമോ? ഉത്തരം പൗലോസ് തന്നെ പറയുന്നുണ്ട്. ഉത്തരം എന്താണ് അവിടെ? ഒരു നാളും അരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് വിശുദ്ധനായിട്ട് ജീവിക്കണമോ, വേറെ ഒരു കുറുക്കു വഴിയുമില്ല. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ഈ സമർപ്പണത്തോടെ ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഒരു വാക്കൊന്ന് ചേർത്ത് പറയുക. ഈ 12ാമത്തെ അധ്യായത്തിൻ്റെ റോമർ 12ൻ്റെ 1-ാം വാക്യം പറഞ്ഞപ്പോൾ അവിടെ ഒരു ആരാധനയെക്കുറിച്ച് ഒരു വാക്കുണ്ടല്ലോ, ബുദ്ധിയുള്ള ആരാധന. ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ റീസണബിൾ സർവീസ് എന്നാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ന്യായമായ സേവനം. ആ വാക്കിൻ്റെ അർത്ഥം ഇനി മനസ്സിലാകാൻ പ്രയാസം ഉണ്ടാകില്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കർത്താവ് രക്തം വില കൊടുത്ത് വാങ്ങിയ അവയവങ്ങളെ എടുത്ത് കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അന്യായമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് നമ്മുടെ ഈ അവയവങ്ങളെ ഈ സമർപ്പണത്തോടെ ജീവിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. നമുക്ക് എൻ്റെ അവയവങ്ങളാണെന്ന് പറയുന്ന ഉടമസ്ഥതയ്ക്കൊരർത്ഥമുണ്ട്. ഇത് ഉപയോഗിക്കാനുള്ളതായ അധികാരമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഉടമസ്ഥൻ ശരിക്കും നമ്മുടെ കർത്താവാണ്. അപ്പോൾ ഈ ഉടമസ്ഥൻ രക്തം വില കൊടുത്ത് വാങ്ങിയ അവയവത്തെ എടുത്ത് ഉടമസ്ഥന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എന്തോ ഒരു ഗുരുതരമായിട്ടുള്ളതായ
കാര്യമാണ്. ഈ ഭയം നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ഭരിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമർപ്പണത്തിൽ നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കണം. ഈ സ്വർഗത്തിലെ ആരാധന വെളിപ്പാട് പുസ്തകം 4, 5 അധ്യായങ്ങളിൽ ഉണ്ട്. അവിടുന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കുന്നൊരു വാക്യമാണ്, നമ്മളെല്ലാവരും ഓർക്കുന്നൊരു വാക്യമാണ് 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവർ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങും. അപ്പോൾ സ്വർഗത്തിൽ ആരാധിക്കുന്ന ആളുകൾ അവിടെ ചെന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ് കർത്താവിന് മഹത്വം കരയറ്റുകയാണ്, കർത്താവിനെ ആരാധിക്കുകയാണ്. ഞാൻ അവിടുന്ന് ഒരു വാചകം ഈ ദിവസങ്ങളിൽ പറയാനായിട്ട് രൂപപ്പെടുത്തിയെടുക്കുകയും ഒരു ബൈബിൾ ക്ലാസ് അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബൈബിൾ ക്ലാസ്സിലല്ല, വേറൊരു സഭയിലെ ബൈബിൾ ക്ലാസ്സിൽ. നമുക്കിങ്ങനെ ഓരോ ദിവസവും പറയാം, കർത്താവെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് എന്നെയും വിലയ്ക്ക് വാങ്ങി, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും വിലയ്ക്ക് വാങ്ങി. പ്രിയപ്പെട്ടവരെ, ദിവസത്തിൽ ചില സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് ഈ വാക്ക് നമ്മുടെ കർത്താവിനോട് പറയാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കർത്താവിനെ ഏറെ സന്തോഷിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയൊരു സമർപ്പണത്തിൽ ഒരാൾ ജീവിച്ചാൽ തോന്നുന്നതെല്ലാം പറയുകയില്ല, ഇഷ്ടമുള്ളതെല്ലാം കാണുകയില്ല, നമ്മുടെ ജഡത്തിന് ഇഷ്ടമുള്ളതെല്ലാം കാണുകയില്ല. നമുക്ക് നമ്മുടെ അവയവങ്ങളെ കർത്താവിൻ്റെ അവയവങ്ങളാണെന്നുള്ളതായ ശരിയായ സമർപ്പണത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഇന്ന് രാത്രി 1-ാം ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോകട്ടെ. ഈ സമർപ്പണത്തിൻ്റെ വിജയമാണ് സ്നാനപ്പെട്ട ആളുകൾ വിശുദ്ധരായി ജീവിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്കിത് സാധിക്കും. ഇത്ര വലിയ കൃപയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ അശുദ്ധിയുടെ അതിപ്രസരമുള്ള ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി വ്യത്യസ്തരായിട്ട് ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഈ സമർപ്പണം ഉണ്ടെങ്കിൽ ഈ തലമുറ ഏതൊക്കെ പാപത്തിൽ കൂപ്പുകുത്തിയാലും അതിൻ്റെ നടുവിൽ നിങ്ങൾക്ക് ശരിയായിട്ട് വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് സാധിക്കും. ഫിലിപ്പിയർ 2:14-15 ഞാനൊന്ന് പറയാൻ ചേർത്ത്. ഈ തലമുറ വക്രതയും കോട്ടവുമുള്ള തലമുറയാണ്. എന്നിട്ട് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നാനപ്പെട്ടവരായ നമുക്ക് ഈ ഉൾക്കാഴ്ച നിരന്തരം സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ. സ്നാനപ്പെട്ട ആളുകൾ വേണ്ടാത്തതൊക്കെ പറയുകയും അരുതാത്ത കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവനാമം ദൂഷിക്കപ്പെടും. നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തവന് ലോകാപവാദം വരുവാൻ ഇടയായിട്ട് തീരും. അപ്പം അതുകൊണ്ട് ഈ സമർപ്പണം ഹൃദയപൂർവ്വം എടുത്താൽ നമുക്ക് ഹൃദയശുദ്ധിയോടെ ജീവിക്കാം. ഗിരിപ്രഭാഷണത്തിലൊരു വാക്യമുണ്ടല്ലോ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഓരോ ദിവസവും ദൈവത്തെ കണ്ട് ദൈവത്തോടുള്ള നല്ല കൂട്ടായ്മയെ ആസ്വദിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സ്നാനപ്പെട്ടവർ നല്ല ശിഷ്യരായി വചനം പഠിക്കണം. അപ്പോൾ നമ്മുടെ സ്നാനത്തിൻ്റെ ക്ലാസ്സിൽ, ഹോളിൽ വെച്ചുള്ള ക്ലാസ്സിൽ ഈ വേദഭാഗം പരാമർശിച്ചായിരുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് കർത്താവ് നൽകിയ മഹാനിയോഗത്തിലാണ്. ആ വാക്യം ആരുടെയെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ? വരാതിരിക്കില്ലല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. അപ്പോൾ അത് സ്നാനപ്പെടുത്തുന്നവർക്കുള്ളൊരു ഉത്തരവാദിത്വമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്താനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ആ വിഷയം പറയുന്നത് സ്നാനപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്വത്തിലാണ്. അപ്പോൾ പഠിപ്പിക്കാമെന്ന് വെച്ചാലും ഈ ശിഷ്യൻ പഠിക്കാൻ ഒരുക്കുക, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുമോ?
എന്താ നിങ്ങളാരും ഉത്തരം പറയാത്തത്? പഠിപ്പിക്കാൻ ഒരുക്കമാണ്, പക്ഷെ പഠിക്കാൻ ഒരുക്കമാണെങ്കിൽ പഠനം നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സ്നാനപ്പെട്ട ആളുകൾ വചനം പഠിക്കുവാൻ ഒരുക്കമുള്ളവർ ആയിരിക്കണം. ഈ വചനം പഠിക്കാതെ വന്നാൽ സ്നാനപ്പെട്ടിട്ട് 10 വർഷമായി 15 വർഷമായിട്ടൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. എബ്രായ ലേഖനത്തിലൊരു പ്രയോഗമുണ്ട്, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട ആളുകൾക്ക് വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം പഠിക്കുക എന്ന് പറയുന്നത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് സ്നാനപ്പെട്ടവരുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ശിഷ്യപ്പെട്ട് വചനം പഠിക്കാനായിട്ട് സാധിക്കണം. ആ റെഫറൻസ് ഒന്ന് എഴുതിയിട്ടാൽ മതി. മത്തായി 22:19-20. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇസ്രയേലിന് ഈ പ്രമാണം എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് പകൽ വചനം ധ്യാനിക്കുമ്പോൾ ആ വാക്കൊന്ന് വേറിട്ട് ഓർക്കാനിടയായി. അതുകൊണ്ട് ആ വാക്യം ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. വേഗം വായിച്ചാട്ടെ. ആവർത്തനം 4-ന്റെ 10-ാം വാക്യം. അപ്പോൾ അവിടെ പറയുന്ന കാര്യം 2 വാക്കുകളിൽ എടുത്ത് പറയുക. എന്നെ ഭയപ്പെടുവാൻ നിങ്ങൾ പഠിക്കണം. പിന്നെ അടുത്ത ഉത്തരവാദിത്വം എന്താണ്? തങ്ങളുടെ മക്കളെ ആ കാര്യം പഠിപ്പിക്കണം. അപ്പോൾ ശിഷ്യപ്പെട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഈ വലിയ പാഠം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിക്കുന്നവർക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങളാരും ഇങ്ങനെ വിചാരിക്കില്ലെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളങ്ങനെ പഠിപ്പിക്കണമെന്നുമില്ലല്ലോ. അങ്ങനെ നിങ്ങളാരും വിചാരിക്കില്ലെന്നാണ് എൻ്റെ വിചാരം. നമ്മളെല്ലാവരും പഠിപ്പിക്കാൻ കടപ്പെട്ടവരാണ്, പഠിപ്പിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. അവിടെ ഇസ്രയേലിനൊരു പൊതുപ്രമാണമായിട്ടാണ് ഈ കാര്യം ഓർപ്പിക്കുന്നത്. അപ്പം മാതാപിതാക്കളുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, ഇത് സഭയിൽ പഠിപ്പിക്കുന്ന കാര്യമല്ല കേട്ടോ പറഞ്ഞേക്കണേ, ഇത് മാതാപിതാക്കൾക്ക് വീട്ടിൽ ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഇവിടെ ചില വാക്യങ്ങൾ കൂടിയൊക്കെ പറയാനൊരു പ്രേരണയുണ്ടെങ്കിലും ആ വാക്യം നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ടെന്ന് വിചാരിക്കുക. ഇസ്രയേലിനൊരു കുടുംബ നിയോഗം കൊടുത്തിരുന്നത് നമ്മുടെ വചന ശുശ്രൂഷ, നമ്മുടെ ബൈബിൾ പഠനത്തിൽ അത് ഒത്തിരി ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അതിൻ്റെ റെഫറൻസ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ദൈവം ഇസ്രയേലിന് കൊടുത്ത കുടുംബ നിയോഗത്തിൻ്റെ ഒരു വാക്യം ഈ പ്രാവശ്യം നമ്മൾ ആവർത്തന പുസ്തകം വായിച്ചപ്പോൾ എന്നെ സ്പർശിച്ചൊരു വാക്യമാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും റെഫറൻസ് ഒന്ന് പറയാമോ? ആവർത്തനം 6-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 32-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ ഒരു കുടുംബ നിയോഗം ദൈവം കൊടുക്കുന്നുണ്ട്. നമ്മളന്ന് അത് ഓർത്തതാണ്. മോശയും യോശുവും ഒക്കെ കൂടി ഈ വചനങ്ങളെല്ലാം ഒരു പാട്ടാക്കിയിട്ട് ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചായിരുന്നു. ആ വാക്യം ഒന്ന് വായിച്ച്. 32-ന്റെ 46-ാമത്തെ വാക്യം. ആവർത്തനം 32-ന്റെ 46. നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളി. അപ്പൊ ഈ വചനം നിങ്ങൾ ആദ്യം മനസ്സിൽ വെക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാണ്? മനസ്സിൽ വചനം വെക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? കാണാതെ പഠിക്കണം. അപ്പൊ ഈ വചനം മനസ്സിൽ വെക്കണം. അപ്പൊ മനസ്സിൽ വെക്കാൻ എളുപ്പത്തിന് അത് പാട്ടാക്കി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് എന്തിനാ അങ്ങനെ മനസ്സിൽ വെക്കുന്നത്? മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്കും ശരിയായിട്ട് ജീവിക്കാം, പിന്നെ നിങ്ങളുടെ മക്കളോടത്
കൽപ്പിക്കാം. അപ്പോൾ ഈ വചനം മക്കളെ പഠിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ കേവലം പഠിപ്പിക്കുക എന്നുള്ളതല്ല, പിന്നെയോ അവരോട് കൽപ്പിക്കാനായിട്ടാണ് ദൈവം നിർദ്ദേശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതെത്രയോ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, അപ്പന്മാരും അമ്മമാരും ഒക്കെ സ്നാനപ്പെട്ടവരാണല്ലോ. അപ്പോൾ അവർക്ക് വചനം പഠിക്കാനും അത് മക്കളെ പഠിപ്പിക്കാനും ഉള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം വിശ്വസ്തമായിട്ട് നിർവഹിക്കണം. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം ചിന്തിച്ചപ്പോൾ ഒരു വാക്യം വളരെ ഭയത്തോടെ ഓർത്തായിരുന്നു. നമ്മിൽ പലരും വചനം സഭയെ പറഞ്ഞപ്പോൾ അത് പറയുകയും ചെയ്തായിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമുക്കിവിടെ നിന്ന് ചേർത്ത് വായിച്ചു പോകാം. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. അതൊരു വേദനയാണ്. എന്തുകൊണ്ടായിരിക്കും ഇത് അറിയാത്ത വേറൊരു തലമുറ ഉണ്ടാകാൻ കാരണം? ഇത് പറയാത്തൊരു മുൻ തലമുറ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ വളരെ ഭയത്തോടെ ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്. പറയാത്ത തലമുറയുടെ പിന്നാലെ അറിയാത്ത തലമുറ വരും എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ട് ഉൾക്കൊള്ളേണ്ടുന്നതായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, പഠിച്ച് ശിഷ്യപ്പെട്ട് പഠിക്കാനും അത് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കാനുമുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. കർത്താവ് നൽകിയ മഹാനിയോഗത്തിൽ ശിഷ്യത്വം സകല ജാതികളെയും ശിഷ്യപ്പെടുത്താനുള്ളതാണ്. നമുക്ക് അതൊരു ലക്ഷ്യമായിട്ട് എടുക്കാം. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം ആരെ ശിഷ്യപ്പെടുത്തണം? നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കണം. എനിക്കിപ്പോഴാണ് ഇത് മനസ്സിലായെങ്കിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഇനി സമയമുണ്ടാകുമായിരുന്നില്ല. കാരണം ഇതൊക്കെ പിള്ളേരായിരിക്കുമ്പോൾ മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ളതായ വലിയ ചുമതലയുണ്ട്. പിന്നെ വായിക്കാൻ മനസ്സിലായെങ്കിൽ കൊച്ചുമക്കളെയും പഠിപ്പിക്കാൻ ശ്രമിക്കാം എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത് കർത്താവ് നൽകിയിട്ടുള്ള വലിയ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, സ്നാനമേറ്റ ആളുകൾ വചനം പഠിക്കുന്നതിൽ ഉത്സാഹം സൂക്ഷിക്കാനുള്ള വലിയ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് 1 പത്രോസ് 2-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ നമുക്കെല്ലാം അറിയാമല്ലോ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. വളർച്ച ഈ ആഹാരം എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ആ വാക്യം ഉദ്ധരിച്ചതുകൊണ്ട് ഒരു ചെറിയ മുന്നറിയിപ്പും കൂടെ പറയട്ടെ. 5 കൂട്ടം പാപങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 5 കൂട്ടം പാപങ്ങൾ മനസ്സിൽ ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന് നമ്മൾ എന്തോരം വചനം വായിച്ചാലും പഠിച്ചാലും അത് പ്രയോജനപ്പെടില്ല. അതുകൊണ്ട് അവിടെ പറയുന്നത് ഈ പാപങ്ങളെ നീക്കിക്കളഞ്ഞ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ഓരോ ദിവസവും നാം ചെയ്യേണ്ട ആത്മീക അഭ്യാസമാണ്. ആ അഭ്യാസം കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പാക്കാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ട്. ദൈവാത്മാവ് നമുക്ക് ഏവർക്കും അതിനുള്ളതായ ദൈവകൃപ നൽകട്ടെ. ഇനി ഞാൻ സഹോദരിമാരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. വേദപുസ്തകത്തിൽ പിള്ളേരെ ഭംഗിയായി വചനം പഠിപ്പിച്ച് വളർത്തിയെന്ന് തെളിവുള്ളതായ ചില സഹോദരിമാരുണ്ട്. അവരുടെ പേരുകൾ സഹോദരിമാർക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാവോ?
തിമത്യോസിൻ്റെ അമ്മയും വല്യമ്മയും. അമ്മ യുനീക്കയും വലിയമ്മ ലോവീസും. അപ്പോൾ വല്യമ്മമാർക്ക് നല്ല ജോലിയുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്ത് പ്രധാനപ്പെട്ടൊരു ഉത്തരവാദിത്തമാണ് അവർക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കുക. പഴയ നിയമത്തിലുണ്ടല്ലോ ചില വീരവനിതകൾ. യോഖേബേദ് മോശ വചനം പഠിച്ചതിൻ്റെ 90% യോഖേബേദിൽ നിന്ന് ആയിരിക്കും. അപ്പം നിങ്ങൾ വചനം പഠിച്ചാൽ നിങ്ങളുടെ മക്കൾക്കത് പകർന്നു കൊടുക്കാൻ വളരെ എളുപ്പമുണ്ട്. ഹന്ന പ്രാർത്ഥിച്ചൊരു മകനെ വാങ്ങിച്ചതാണ്. അവനെ അവളുടെ വയസ്സുകാലത്ത് നോക്കിക്കോട്ടെ എന്ന് കരുതി പ്രാർത്ഥിച്ച് വാങ്ങിച്ചതല്ല, പിന്നെ യഹോവയ്ക്ക് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് വാങ്ങിച്ചതാണ്. അവനെ അവൾക്ക് വചനം പഠിപ്പിക്കാവുന്ന സമയത്തൊക്കെ പഠിപ്പിച്ചു. പിന്നെ ദൈവാലയത്തിൽ കൊണ്ടാക്കി. അവൻ്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ, ശമൂവേൽ. ഒരു തലമുറ മുഴുവനും ദൈവജനത്തിന് ഏറ്റവും മനോഹരമായി നേതൃത്വം കൊടുത്ത ദൈവമനുഷ്യനാണ് ശമൂവേൽ. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ. അപ്പോൾ ശിഷ്യപ്പെട്ട് പഠിക്കുക എന്നുള്ളതും അത് പഠിപ്പിക്കുക എന്നുള്ളതും സ്നാനപ്പെട്ടവരുടെ വളരെ പ്രധാനപ്പെട്ടതായ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർവഹിക്കുവാനായിട്ട് ദൈവാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് വചനം പഠിക്കുന്ന കാര്യത്തിൽ കുറവുകളോ അലസതയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിശാച് വരുത്തുന്നതാണ്. ഓരോരോ കാരണങ്ങളുണ്ടാക്കും നമ്മെ പരീക്ഷിക്കാനായിട്ട്, വചനത്തിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട്. അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പുവരുത്തേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ പഠനം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. സജീവമായ സ്ഥലം സഭാബന്ധം സ്നാനപ്പെട്ടവർ പുലർത്തണം. സജീവമായ സ്ഥലം സഭാബന്ധം സ്നാനപ്പെട്ടവർ പുലർത്തണം. ഈ പ്രവൃത്തി ദിവസം 2-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞാട്ടെ. അവൻ്റെ വാക്ക് കൈക്കൊണ്ടു. 1, അത് രക്ഷിക്കപ്പെട്ടു. 2, കൈക്കൊണ്ടവർ സ്നാനമേറ്റു. 3, അവരോട് ചേർന്നു. ഒരു 120 പേരടങ്ങുന്ന സംഘം പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി കാത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ ദൈവവചനം ശുശ്രൂഷിക്കപ്പെടുന്നു. 3000 പേർ ആദ്യ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെടുന്നു. അവർ സ്നാനപ്പെട്ട് ആ ചെറിയ സംഘത്തോട് ചേർന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം സ്നാനത്തിലുള്ള ചില ചേരലുകളുണ്ട്. അത് വിശദമായിട്ടൊക്കെ പഠിക്കാവുന്നതാണ്. റോമലേഖനം 6-ാം അധ്യായം തുടങ്ങുമ്പോൾ ഒരു ചേരലുണ്ട്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടപ്പോഴാണ് യേശു ക്രിസ്തുവിനോട് ചേരുന്നത്. പിന്നെ എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ട ആളുകൾ സ്നാനപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിനോട് ചേർന്നു എന്നുള്ളതായ സാക്ഷ്യം പരസ്യമായിട്ട് നൽകുകയാണ്. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന് 27-ാമത്തെ വാക്യത്തിലും അതേ സത്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യേശുക്രിസ്തുവിനോട് പരസ്യമായി ചേരുന്നു. പിന്നെ അങ്ങനെ ചേരുന്ന കൂട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനത്തോടും ചേരുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ നാം ആരുടെ വീട്ടുകാരായി തീരുകയാണ്? ഭവനക്കാരായി തീരുകയാണ്. ദൈവത്തിൻ്റെ ഭവനക്കാരായിട്ട് തീരുക. ഈ റെഫറൻസ് ഒന്ന് എഴുതിയിട്ടോ. എഫേസ്യർ 2:19 വാക്യത്തിൽ നാം ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ കുടുംബത്തിൽ അംഗമായിട്ട് തീരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. സഭയെക്കുറിച്ച് പുതിയ നിയമത്തിലുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം 1 തിമോഥെയോസ് 3:15 അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യവുമാണ് സഭയെക്കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട 2 വാക്യങ്ങൾ. അതിൽ 3:15 നമുക്കറിയാമല്ലോ. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി
ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പോൾ ആ വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ യു മേ നോ ഹൗ യു ഓട്ട് ടു കണ്ടക്ട് യുവർ സെൽസ് ഇൻ ദ ഹൗസ് ഓഫ് ഗാഡ്. അപ്പോൾ അവിടെ ഒരു പ്രാദേശിക സഭ ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവത്തിൻ്റെ ഭവനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ ആത്മീയമായിട്ട് ആ ബന്ധത്തിൽ വരും. എന്നാൽ സ്നാനപ്പെടുമ്പോൾ സജീവമായ സഭാബന്ധത്തിലേക്ക് വരികയാണ്. ഇതെത്ര മനോഹരമായിട്ടുള്ളതായൊരു കാര്യമാണ്. നമുക്ക് ദൈവത്തിൻ്റെ ഭവനക്കാരായി തീരാൻ കഴിയുക എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ളതായ കാര്യമാണ്. നമുക്ക് മനപ്പാടം അറിയാവുന്ന 1-2 വാക്യോടെ ഓർത്തു പോകാം. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ 8:44 കർത്താവ് ചില പള്ളിഭക്തരായ ആളിനെ നോക്കി പറഞ്ഞ വാക്കാണ്. ഓർക്കണ്ടോ വാക്യം? നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. അപ്പം ഞാൻ 2 വാക്യം കൊണ്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ പറയട്ടെ. പിശാചിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു നമുക്ക് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി കൈക്കൊള്ളാനായിട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് നാം വീണ്ടും ജനിച്ചു. 1 കൊരിന്ത്യർ 4:15 അങ്ങനെയാണല്ലോ നാം വായിക്കുന്നത്. ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അപ്പോൾ നാം സുവിശേഷം സ്വീകരിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊണ്ടപ്പോൾ നാം വീണ്ടും ജനിച്ചു, ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് തീർന്നു. ഒരു പ്രാദേശിക സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അപ്പം സ്നാനപ്പെടുമ്പോൾ അങ്ങനെയുള്ളൊരു പ്രാദേശിക സഭയുടെ സജീവ അംഗത്വത്തിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ മനോഹരമായൊരു സത്യമാണ്. ഞാനിന്ന് വളരെ യാദൃച്ഛികമായിട്ട് വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഓർത്തു. ആ റെഫറൻസ് ഞാൻ കൂടെ കുറിച്ചു വയ്ക്കാനായിട്ട് വിട്ടുപോയി. അത് മാറിപ്പോയോ എന്നൊരു സംശയമുണ്ട്. 13-ാം വാക്യം ഒന്ന് വായിക്കാമോ? 13 എൻ്റെ ഓർമ്മ. വെളിപ്പാട് 1-ന്റെ 13-ാമത്തെ വാക്യം. അതിൻ്റെ തൊട്ട് മുമ്പുള്ള വാക്യം കൊണ്ട് ചേർത്താൽ അതിൻ്റെ കണക്ഷൻ മനസ്സിലാവും. എന്നോട് സംസാരിച്ച നാദമെന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അപ്പം അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയണ്ടല്ലോ. യോഹന്നാൻ അപ്പൊസ്തലൻ എവിടെയാണിപ്പോൾ? പത്മോസിലാണ്. താൻ തനിച്ചാണ്. അവിടെ വായിക്കുന്നുണ്ട്, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശൻ ആയി. അവിടെ കർത്തൃദിവസം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ്. ഞായറാഴ്ചയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പം തലേ കർത്തൃദിവസത്തിൽ യോഹന്നാൻ ദൈവമക്കളോട് കൂടെ കർത്താവിനെ ആരാധിച്ച ആളാണ്. ഇപ്പോൾ ഏകനായിട്ട് അവിടെ ആയിരിക്കുകയാണ്. ഒരു ശബ്ദം പറയുക കേട്ടു. അപ്പോൾ അവിടെ നാം കാണുന്നത്, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. ഒരു ശബ്ദം കേട്ടാൽ ആ ശബ്ദത്തിൻ്റെ മുന്നിൽ ഒരാളുണ്ടെന്നുള്ളത് യോഹന്നാന് മനസ്സിലായി. യോഹന്നാന് പരിചയമുള്ള ശബ്ദമായിരിക്കും അത്. അപ്പം യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ യോഹന്നാൻ ആദ്യം കണ്ടത് എന്താണ്? 7 പൊൻനിലവിളക്കാണ് കണ്ടത്. ഞാനിന്ന് പകൽ തന്നെ വളരെ സ്പർശിച്ചൊരു വാക്യമാണത്. യോഹന്നാൻ തന്നെ ആയിരിക്കുമ്പോൾ, യോഹന്നാൻ ആ നാദം എന്താണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം 7 പൊൻനിലവിളക്കുകളെ കാണുകയാണ്. പിന്നെ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന ആരെ കാണുകയാണ്? ക്രിസ്തുവിനെ കാണുകയാണ്. 7 പൊൻനിലവിളക്ക് എന്താണെന്നുള്ളതിന് വ്യാഖ്യാനം നമ്മൾ തേടിപ്പോകേണ്ട. ആ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലുണ്ട് 7 പൊൻനിലവിളക്കുകൾ ഏത് 7 സഭകളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കർത്താവിൻ്റെ സഭ എത്ര വിലപ്പെട്ടതാണ്. ആ ഏകാന്തതയിൽ യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പൊൻനിലവിളക്കുകളെ കണ്ടു. അതിൻ്റെ നടുവിൽ നടക്കുന്ന സഭാകാന്തനെ കാണുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്തതകളിൽ
നമ്മുടെ ജീവിതത്തിൻ്റെ വേദനാ സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ കഴിയേണ്ടുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു കുഞ്ഞിനൊരു പ്രയാസം നേരിട്ടില്ല, ഒരു ഭയം ഉണ്ടായാൽ അവൻ ആദ്യം ഓടി എത്തണമെന്ന്, എവിടെ എത്തണമെന്നായിരിക്കും ആഗ്രഹിക്കുക? അവൻ്റെ വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, സ്നാനത്തിൽ നാം ഒരു സ്ഥലം സഭാ ബന്ധത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു ആത്മീക കുടുംബമാണ്. അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ആസ്വാദ്യതയും ആ കുടുംബത്തിൻ്റെ സംരക്ഷണവും ആ കുടുംബത്തിലുള്ള സ്നേഹവും നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വാചകം ഞാൻ ഓർപ്പിക്കട്ടെ, സ്നാനപ്പെട്ട ആളുകൾ സഭയെ അവഗണിക്കരുത്. സഭയെ അവഗണിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇസ്രായേൽ മക്കൾ ആത്മീകമായി തളർന്നപ്പോൾ, ഈ നെഹമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ വലിയ ആത്മീക തീരുമാനങ്ങൾ എടുത്ത കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. എടുത്തു വായിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അതിൽ ഏറ്റവും വിശദമായുള്ള തീരുമാനം പറയുന്നത് ദൈവാലയ സംബന്ധമായിട്ട് എടുത്ത തീരുമാനമാണ്. ആ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാചകം പറയുന്നത്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം ഞങ്ങൾ കൈവിടയില്ല. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നത്, വി വിൽ നോട്ട് നെഗ്ലക്ട് ദ ഹൗസ് ഓഫ് അവർ ലോർഡ്. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തെ ഞങ്ങൾ അവഗണിക്കുകയില്ല. എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്പർശിച്ചതായൊരു വാചകമാണ്. അപ്പം അത് സ്പർശിച്ച നാൾ മുതൽ ദൈവത്തിൻ്റെ സഭ എന്നുള്ളത് എത്രയോ പ്രാധാന്യത്തോടു കൂടി കാണാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സഭയോടും നമ്മെ ആക്കിയിരിക്കുന്ന ആത്മീക കുടുംബത്തോടും ഈ ബന്ധവും ഉത്തരവാദിത്വവും ഏറ്റവും വിശ്വസ്തമായി സൂക്ഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ സഭയോടുള്ളതായ ആ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കാൻ കഴിയട്ടെ. അവർ ഉണർത്തപ്പെട്ടപ്പോൾ തീരുമാനിച്ചു, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തെ അവഗണിക്കുകയില്ല. ആലയം ഉപേക്ഷിച്ചു പോയ ആളുകളാണ് ഈ നിർണയത്തിലേക്ക് വരുവാൻ എത്തിച്ചേർന്നത് എന്നുള്ളത് എത്രയോ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു സത്യമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനിയൊരു വീട്ടിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതിന് ഒരു 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഇരിക്കാം. അത് വേണമെങ്കിൽ ഒരു പ്രസംഗമായിട്ട് പിന്നെ പറയാവുന്നതാണ്. പിന്നത്തേക്ക് നീട്ടണ്ട എന്ന് ഞാൻ കരുതുന്നു. വീട്ടിലൊരു നല്ല പെരുമാറ്റച്ചട്ടമുണ്ട്. പെരുമാറ്റച്ചട്ടം എന്നുള്ള വാക്കൊക്കെ വേറെ സ്ഥലത്ത് വേദികളിലാണ് അധികം നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷെ വീട്ടിലുണ്ടൊരു പെരുമാറ്റച്ചട്ടം. സഭയാകുന്ന വീട്ടിലെ പെരുമാറ്റച്ചട്ടമാണ് 1 തിമോഥെയോസ് 5-ന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. നമ്മളൊന്ന് വായിക്കുക മാത്രം ചെയ്യണുള്ളൂ കേട്ടോ. വിശദീകരണമൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. 1 തിമോഥെയോസ് 5-ന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. ആരെങ്കിലും വായിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണല്ലോ വായിക്കുന്നത്. മൂത്തവനെ ഫലിസിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കും. അപ്പൊ തിമോഥെയോസിന് പൗലോസ് കൊടുക്കുന്ന നിർദ്ദേശമാണിത്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു എന്നാണല്ലോ നമ്മൾ 3:15 വായിച്ചത്. അപ്പോൾ 4-ാം അധ്യായത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയിലെ പെരുമാറ്റച്ചട്ടം അവിടെ പറയുകയാണ്. മൂത്തവനെ ഫലിസിക്കാതെ അപ്പനെ പോലെ ആദരിക്കണം. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ ആദരിക്കണം. അപ്പം അമ്മയെ ആദരിക്കണം എന്ന് പ്രത്യേകിച്ച് അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ ആദരിക്കണം. പിന്നെ ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ പ്രബോധിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, എന്ത് മനോഹരമായിട്ടുള്ള വ്യവസ്ഥകളാണ് സഭയാകുന്ന ആത്മീക കുടുംബത്തിൽ സൂക്ഷിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. നല്ല പെരുമാറ്റച്ചട്ടം സൂക്ഷിക്കണം. ഇവിടെയൊക്കെ പെരുമാറ്റ ദോഷം ഉണ്ടായാലുണ്ടല്ലോ, സഭയുടെ കാന്തനെ അത് വളരെ വേദനിപ്പിക്കും. സഭയുടെ കാന്തനെ എല്ലാം നോക്കണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ CCTV ഒക്കെ ഉള്ള കാലമല്ലേ, മനസ്സിലാകാനൊരു പ്രയാസമില്ലല്ലോ. നമ്മളൊരു വീട്ടിൽ ചെന്നാൽ അവിടെ
ആൾ വേറെയൊന്നും ഇല്ലെങ്കിൽ പോലും സൂക്ഷിച്ച് പെരുമാറിയില്ലെങ്കിൽ വീടിൻ്റെ ഉടമസ്ഥൻ ഗൾഫിലോ അമേരിക്കയിലോ ഒക്കെ ഇരുന്ന് അവിടെ നിന്നുള്ള പെരുമാറ്റം സൂക്ഷിച്ചുകൊണ്ടിരിക്കും. ഉടമസ്ഥനെയൊക്കെ 4 കുറ്റമൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അത് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സഭാകാന്തൻ ഇതെല്ലാം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം രക്തം കൊടുത്ത് സമ്പാദിച്ചതല്ലേ, നിരീക്ഷിക്കാതിരിക്കുമോ? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദൈവസഭയിൽ എത്ര സൂക്ഷ്മതയോടെ ആയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാം. വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണ്? ഭക്ഷണമാണ്. അപ്പം അത് എന്തൊക്കെ ന്യായം പറഞ്ഞാലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി. ഒരു വീട്ടിലെ ഭക്ഷണം ശരിയല്ലെങ്കിൽ വേറെ എന്തൊക്കെ ശരിയാന്ന് പറഞ്ഞാലും കാര്യമില്ല. അപ്പം സഭയാകുന്ന ആത്മീയ കുടുംബത്തിൽ ഭക്ഷണമുണ്ട്. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഈ കൊച്ചു പിള്ളേരെ കുറിച്ച് പറയുന്നത് ആഹാരമുണ്ട്, പക്ഷെ കഴിപ്പിക്കാൻ വലിയ വിഷമമാണ്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, കൊടുക്കാനൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു ഒരു കാലത്തെ വിഷമവും. ഇപ്പം അതല്ല, ഭക്ഷണമുണ്ട്, പിള്ളേരൊന്നും കഴിക്കണില്ല എന്നുള്ളതാണ് ഒത്തിരി മാതാപിതാക്കളുടെ വേദന. പല സഭകളിലെയും വേദന അതല്ലേ. ഇഷ്ടംപോലെ ആഹാരമുണ്ട്, പക്ഷെ സഭാംഗങ്ങൾ കഴിക്കാൻ ഒരുക്കാമല്ല. അപ്പോൾ അതെന്ത് വേദന ഈ ഉടമസ്ഥനുണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? സഭ ആരാ പോറ്റി പുലർത്തുന്നത് നിങ്ങൾക്കറിയാമോ? സഭയുടെ ഉടമസ്ഥനാണ് പോറ്റി പുലർത്തുന്നത്. എഫേസ്യർ 5-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യം, ഭർത്താവ് ഭാര്യയെ പോറ്റി പുലർത്തുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് പോറ്റി പുലർത്തുന്നത്? ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ. അപ്പോൾ ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടുന്ന ഭക്ഷണം കർത്താവ് ഒരുക്കി കൊടുക്കുകയാ. അപ്പോൾ ദൈവസഭയിലെ വചന ശുശ്രൂഷ എന്ന് പറയുന്നത് സഭയുടെ ഉടമസ്ഥനോട് പ്രാർത്ഥിച്ച് വാങ്ങുന്നതായ ആഹാരം വിളമ്പുന്ന ശുശ്രൂഷയാണിത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ദൈവസഭയിലെ വചന ശുശ്രൂഷ അവഗണിക്കരുത്. വചനം പഠിക്കാനുള്ള അവസരങ്ങളെ അവഗണിക്കരുത്. കാരണം സഭയ്ക്ക് വേണ്ടി സഭയെ പോറ്റി പുലർത്തുന്നവനെ അതേറെ വേദനിപ്പിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നാനപ്പെട്ടവർ ഈ കാര്യം വളരെ കൃത്യമായി സൂക്ഷിക്കുന്നെങ്കിൽ ആത്മീക വളർച്ച സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. അനേക സഭകളിൽ വേണ്ട പോലുള്ള വചനം കിട്ടാൻ സാധ്യതയില്ലാത്ത ആത്മീക ഞെരുക്കം വ്യാപകമായിട്ടൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെ വിശ്വസ്തയോടുകൂടി പ്രയോജനപ്പെടുത്താനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ വീട്ടിലെ അടുത്ത കാര്യം ഭക്ഷണം മാത്രമല്ല, ശിക്ഷണമുണ്ട്. എഫേസ്യർ 4-ാമത്തെ വാക്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ബാലശിക്ഷ വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബാലശിക്ഷ അവഗണിച്ചൊരു അപ്പനുണ്ടല്ലോ വേദപുസ്തകത്തിൽ, ഏലി. അതുകൊണ്ട് ദൈവം വളരെ ഗൗരവമായിട്ട് പറഞ്ഞു, നീ നിന്റെ മക്കളെ ശാസിച്ച് അമർത്തായിക കൊണ്ട്. പിള്ളേരൊക്കെ വളരെ മൈൽഡായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയാവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ വേദപുസ്തകം പറയുന്നത് ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം, ശാസിച്ചമർത്തേണ്ടടുത്ത് അമർത്തണം. അതൊരപ്പൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്തില്ലെങ്കിൽ പാവം ഏരിയയിൽ ഇപ്പോൾ വിചാരിച്ചാണ് യുവന്മാരോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ചാണോ പറയാതിരുന്നതെന്ന് അറിയാൻ പാടില്ല. പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ അതിന് ഏലി ഉത്തരവാദിയാകുകയില്ല, പറയാതിരുന്നാൽ ഏലി ഉത്തരവാദിയാകും. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ത് ഉത്തരവാദിത്വത്തോടു കൂടി ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ളതായ ആവശ്യകതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് കരുതുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സഭയിൽ ശിക്ഷണമുണ്ടോ? സഭയിൽ ശിക്ഷണമുണ്ട്. നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതായ പ്രാദേശിക സഭ പ്രമാണങ്ങളും പ്രായോഗിക സത്യങ്ങളും എന്നുള്ളതായ പുസ്തകത്തിൽ ഏറ്റവും വിശദമായിട്ട് എഴുതിയിട്ടുള്ള പാഠം സഭയിൽ ശിക്ഷണം എന്നുള്ളതായ പാഠമാണ്. ബാക്കി പാഠങ്ങളെല്ലാം അതിനേക്കാൾ ചെറുതാണ്. അപ്പം അതുകൊണ്ട്
നിങ്ങളെല്ലാവരും അത് ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. സഭയിൽ ശിക്ഷണത്തിൻ്റെ നിയമം പഠിച്ചാൽ നമുക്ക് എവിടെയൊക്കെ ശിക്ഷണം വേണമെന്ന് നമുക്ക് മനസ്സിലാക്കി സ്വയം ശിക്ഷണം ഏറ്റെടുത്ത് വിവേകത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ ആ ബന്ധത്തിൽ നൽകട്ടെ. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കുടുംബത്തിൽ ഇപ്പം 3 കാര്യം ഞാൻ പറഞ്ഞു: നല്ല പെരുമാറ്റച്ചട്ടം, ഭക്ഷണം, ശിക്ഷണം. പിന്നെ എന്നാ ഉള്ളത്? ഇത്രയേ ഉള്ളൂ. പിള്ളേർക്ക് പറയാമോ? കുടുംബത്തിൽ ഇതൊക്കെ കൂടാതെ വേറെ എന്താ ഉള്ളത്? നമ്മൾ സമയം തീരുന്നു. കുടുംബത്തെ കുടുംബമാക്കി നിർത്തുന്നത് കുടുംബത്തിനകത്തുള്ളതായ സ്നേഹമാണ്. കുടുംബത്തോടുള്ളതായ ആകർഷണീയത്വം ആ കുടുംബത്തിനകത്തുള്ളതായ സ്നേഹമാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ എന്തൊരു വാത്സല്യത്തോടു കൂടിയാണ് നമ്മൾ കാണാനും കൈകാര്യം ചെയ്യാനും ഇടയായിട്ട് തീരുന്നത്. എന്തെല്ലാം കരുതലാണ് നാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നൽകുവാൻ ഇടയായിട്ട് തീരുന്നത്. ഞാനിവിടെ ഒരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവ് മാളികമുറിയിലെ പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അതിൻ്റെ റെഫറൻസ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അതൊക്കെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ച ആളുകൾ യോഗത്തിലുണ്ട്. പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 15:9 വാക്യം. ഇനി ഞാൻ 1-2 വാക്കുകൾ പറഞ്ഞ് ഇരിക്കാം. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെയാണ് പുത്രൻ നമ്മെ സ്നേഹിക്കുന്നത്. 9 വാക്യം. ഇനി എൻ്റെ 12 വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇനി ഞാൻ കണക്ട് ചെയ്ത് 2-3 വാചകങ്ങൾ പറയാം. ഒരു ഭർത്താവ് എന്ന നിലയിൽ കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ ഭാര്യയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ എത്രയോ ഉന്നതമായ സാക്ഷ്യം എൻ്റെ വീട്ടിൽ പ്രായോഗികമാകുവാൻ ഇടയായിട്ട് തീരും. ഭാര്യമാർ ഭർത്തൃപ്രിയരായിരിക്കണം എന്നുള്ളതാണല്ലോ തീത്തോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ അങ്ങനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയാൽ ദൈവീക തൃത്വത്തിലുള്ളതായ സ്നേഹം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മനോഹരമായിട്ടും വെളിപ്പെടുത്തപ്പെടുവാൻ ഇടയായിട്ട് തീരും. എപ്പിസറാൻ്റെ 4 പറയുന്ന പിള്ളേരെ എങ്ങനെ വളർത്തണം എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തണം. അപ്പോൾ മാതാപിതാക്കൾ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചവരാണ് നമ്മൾ. നമുക്ക് ആ ഗുണനിലവാരത്തിൽ മക്കളെ സ്നേഹിക്കാനായിട്ട് സാധിക്കുമ്പോൾ മക്കളോടുള്ളതായ സ്നേഹം എത്രയോ ആസ്വാദ്യമായിരിക്കും. ആ സ്നേഹത്തിൻ്റെ കയറുകളെ തെറിപ്പിച്ച് അവർക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. മക്കൾക്ക് മാതാപിതാക്കളുള്ളതായ സ്നേഹം, കരുതൽ ദൈവനെ എത്രയോ ഭംഗിയായി പഠിപ്പിക്കുന്നു. 1 തിമോഥെയോസ് 4 വാക്യം. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. അത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. ഞാൻ ഇന്ന് രാത്രി ഉപസംഹരിക്കട്ടെ. നാം ദൈവത്തെ അറിഞ്ഞ ആളുകളും ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞ ആളുകളുമാണ്. ഈ സ്നേഹം നമ്മുടെ വീട്ടിൽ പ്രായോഗികമാകുന്നത് എത്രയോ ആസ്വാദ്യമായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇതല്ലല്ലോ. സഭ ദൈവത്തിൻ്റെ കുടുംബമാണ്. അതുകൊണ്ട് കർത്താവ് മാളികമുറിയിലെ പ്രസംഗം പറയുമ്പോഴും ആ അർത്ഥത്തിലാണല്ലോ അത് പറഞ്ഞത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. ഇവിടെ നമ്മൾ ജയാളികളായിട്ട് തീർന്നാൽ ഒരു സഭയ്ക്കകത്തുള്ള സ്നേഹം ദൈവീക തൃത്വത്തിൽ പിതാവും പുത്രനുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കും. ദൈവസഭ എന്തൊരു മനോഹരമായ സ്ഥാപനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉൾക്കാഴ്ച പ്രായോഗികമാക്കി സാക്ഷ്യം വഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, സ്നാനപ്പെട്ട ഒരാൾക്ക് ആത്മീയ കുടുംബമായിരിക്കുന്ന സഭയോട് ഏറ്റവും സജീവമായ ബന്ധം ഉണ്ടായിരിക്കണം. അവിടെ നമ്മൾ ആബ്സെൻ്റ് ആകുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കണം.
സഭാകാന്തിന് പ്രസാദകരമായി ഇത് സൂക്ഷിക്കുവാനായിട്ട് കഴിയണം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ചില നിമിഷങ്ങൾ കൂടുതലെടുത്തു, ഇത് ഒന്നങ്ങ് പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിച്ചു എന്നേ ഉള്ളൂ. സ്നാനപ്പെട്ടവരായി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് ജീവിക്കാം. ദൈവാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കണം. നമ്മൾ ഇതെല്ലാം സൂക്ഷിച്ച് ജീവിച്ചാൽ നമ്മുടെ ഈ കൊച്ചു സഭ എത്രയോ അനുഗ്രഹീതമായ സാക്ഷ്യം വരുന്നാളിൽ പുലർത്തുവാൻ ഇടയായിട്ട് തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.